He put a song of praise in this heart of mine. Well, God is good all the time. Through the darkest night, His light will shine. Well, God is good. God is good all the time. മനുഷ്യൻ സങ്കല്പിക്കുന്നതും ദൈവം രൂപഭാവങ്ങൾ നൽകുന്നതുമായ രണ്ട് വഴികൾ ഇഹലോക ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന്, മനുഷ്യൻ അവന്റെ വിവേകത്തിൽ ഊന്നി അവന്റെ അന്വേഷണങ്ങളിൽ, അവന്റെ ജ്ഞാനത്തിൽ, അവന്റെ കഴിവിൽ ആശ്രയിച്ച് അവൻ വെട്ടിത്തുറക്കുന്ന വഴികളാണ്. എന്നാൽ ദൈവത്തിന്റെ വഴി ദൈവം രൂപകൽപ്പന ചെയ്ത് ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ വഴിയാണ്. ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ രണ്ട് വഴികളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ 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 യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവ. സദൃശ്യവാക്യങ്ങൾ 3-ാമത്തെ അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് തരം വഴികളെ കുറിച്ച് നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും നീ ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എത്ര അനുഗ്രഹീതമായ വചസ്സുകളാണ് നാം ഇവിടെ കണ്ടെത്തുക. മനുഷ്യൻ അവന്റെ സങ്കല്പങ്ങളിൽ നെയ്തെടുക്കുന്ന ചില പ്രത്യേകതരം വഴികൾ അത് ശാശ്വതമായി സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കണമെന്നില്ല. അത് അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും ഒരു പക്ഷേ അവിവേകത്തിന്റെയും ഒക്കെ കൂത്തരങ്ങായി പരിണമിക്കാറുണ്ട്. എന്നാൽ സർവശക്തനും പരമകാരുണ്യകനും സ്നേഹസമ്പൂർണനുമായി ദൈവം രൂപവും ഭാവവും നൽകുന്ന ജീവിത വഴികൾക്ക് 3 പ്രത്യേകതരം സ്വഭാവങ്ങളുണ്ട്. ദൈവം രൂപകൽപ്പന ചെയ്യുന്ന വഴി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്: ഒന്ന്, സമ്പൂർണമായി നീ സമർപ്പിക്കുക. 2, നിന്റെ സ്വന്തം ജ്ഞാനം നീ ഉപേക്ഷിക്കുക. 3, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നീ ദൈവത്തെ അംഗീകരിക്കുക, അനുസരിക്കുക, വിധേയപ്പെടുക. മനുഷ്യന്റെ വഴികളേക്കാൾ ദൈവത്തിന്റെ വഴി മേന്മയുള്ളതായി തീരാൻ ഈ 3 ഘടകങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത് നെയ്തെടുക്കുന്ന വഴികൾക്ക് ഇരുട്ടിന്റെ വഴിയോടാണ് സദൃശ്യം കൽപ്പിക്കുന്നത്. കാരണം അതിന് ഇരുട്ടിന്റെ സ്വഭാവങ്ങൾ ഉണ്ടെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. സദൃശവാക്യങ്ങൾ 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇരുട്ടിന്റെ പാതയെക്കുറിച്ച് അവിടെ നാം കാണുന്നു. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാതകളെ വിട്ടുകളയുന്നു എന്നാണ് 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം കണ്ടെത്തുന്നത്. ഇരുട്ടിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അനുഗ്രഹീത വഴികളെ
നേരെയുള്ള വഴികളെ, ഋജുവായ പാതകളെ ഉപേക്ഷിക്കുകയാണ്. അവന്റെ വിവേകത്തിലൂന്നി സ്വയത്തിൽ ആശ്രയിച്ച് അവൻ നെയ്തെടുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ അവൻ കൂട്ടാക്കുമ്പോൾ അത് ഇരുട്ടിന്റെ വഴിക്ക് തുല്യമായി തീരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഇരുട്ടിന്റെ വഴികൾക്ക് 3 സ്വഭാവങ്ങളുണ്ട്. സദൃശ്യവാക്യങ്ങൾ 4-ാമത്തെ അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇരുട്ടിന്റെ വഴിയുടെ ആദ്യത്തെ സ്വഭാവം വിവരിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ പാതകൾ തടങ്കൽ പാറകൾ കൊണ്ട് നിറഞ്ഞതാണ്. നിന്റെ യാത്രാ വഴികളിൽ ഈ തടങ്കൽ പാറകൾ നിനക്ക് വിഘ്നം സൃഷ്ടിക്കും. ഇരുട്ടിന്റെ വഴികളുടെ 2ാമത്തെ പ്രത്യേകത സദൃശ്യവാക്യങ്ങൾ 11-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ദുഷ്ടത നിറഞ്ഞതാണ്. നന്മയെ എതിരിട്ട് തോൽപ്പിക്കുന്ന ദുഷ്ടതയുടെ പാതയാണ് ഇരുട്ടിന്റെ വഴി. നീ നെയ്തെടുക്കുന്ന നിന്റെ വിവേകത്തിലൂന്നിയ വഴികളെല്ലാം. സദൃശ്യവാക്യങ്ങൾ 15-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇരുട്ടിന്റെ വഴികളുടെ 3-ാമത്തെ പ്രത്യേകത രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭോഷത്വം നിറഞ്ഞതാണ്. അങ്ങനെ ദൈവം നെയ്തെടുക്കുന്ന വഴികളും നാം നെയ്തെടുക്കുന്ന വഴികളും വ്യത്യസ്തമായ ദിശകളിലേക്കാണ് നമ്മെ ആനയിക്കുന്നത്. ഇരുട്ടിന്റെ പാതകൾ അവസാനിക്കുന്നത് നാശത്തിലാണെങ്കിൽ ദൈവം രൂപവും ഭാവവും നൽകുന്ന വഴികൾ അനുഗ്രഹത്തിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനും ഇസ്രായേലിന്റെ മധുര ഗായകനുമായ ദാവീദ് 27-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നീ എന്നെ നേരായ പാതകളിൽ നയിക്കണമേ. ഇരുട്ടിന്റെ പാതകളിൽ നടക്കാൻ ഇടവരുത്തരുതേ. കാരണം അത് നാശത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ദൈവം രൂപകൽപ്പന ചെയ്യുന്ന ആ നേരായ വഴി സ്ഥിരതയുള്ളതാണ്. അത് നീതിനിഷ്ഠമാണ്. അത് നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നിന്നെ നയിക്കുന്നതാണ്. ആ വഴി നിന്നെ ശരിയായ ദിശയിലേക്ക്, ശരിയായ ലക്ഷ്യത്തിലേക്ക്, അതായത് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് തന്നെ നിന്നെ നയിക്കുന്നു എന്ന് ഈ അനുഗ്രഹീത വേദഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നാം നെയ്തെടുക്കുന്ന വഴികൾ പലപ്പോഴും ഭോഷത്വം നിറഞ്ഞതായി തീരാം. എന്നാൽ ദൈവം നെയ്തെടുക്കുന്ന വഴികൾ നമ്മെ അനുഗ്രഹത്തിലേക്ക് ആനയിക്കുന്നു. ആ വഴികളെ നമുക്ക് ഇഷ്ടപ്പെടാം, അതിൽ നമുക്ക് ആശ്രയിക്കാം, ആ വഴികളിലൂടെ നമുക്ക് നടക്കാം, പ്രകാശത്തിന്റെ മക്കളായി നമുക്ക് പരിലസിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ പരനെ നിന്നെ കാൺമാനെനിക്കധികം കൊതിയുണ്ടേ. പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി